സ്വർണ്ണക്കൊള്ളയിൽ നാൾക്കുനാൾ ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ മുഖ്യനും ടീമും അഴിയാക്കുരുക്കിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഒരു ആറ്റം ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. അത് ചെന്ന് വീണത് മുഖ്യന്റെ തലയിലുമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രാജ്യാന്തര കള്ളക്കടത്ത് ബന്ധം ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല സജീവമാകുമ്പോൾ ഉയരുന്നത് CBI അന്വേഷണം എന്ന ആവശ്യമാണ്. ചെന്നിത്തല അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയതോടെ കേസ് വഴിത്തിരിവിലേക്ക് എത്തുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന അന്വേഷണം വിദേശത്തേക്കും വ്യാപിപ്പിക്കേണ്ടി വരും. ബെള്ളാരിയിലെ ഗോവർദ്ധൻ എന്ന സ്വർണ്ണ വ്യാപാരിക്ക് താൻ സ്വർണം വിറ്റു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണക്കട്ടി ഉൾപ്പെടെ 600 ഗ്രാം സ്വർണം തൊണ്ടി മുതലായിട്ട് അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു. പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയതേയില്ല. പുതിയ വെളിപ്പെടുത്തലോടെ ചെന്നൈയിലെ മറ്റൊരു പുരാവസ്തു വ്യാപാരിയും രാജ്യാന്തര തലത്തിൽ ഈ വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന ഗൾഫിലെ മറ്റൊരു വ്യവസായിയും അന്വേഷണ പരിധിയിലേക്ക് വരും എന്നാണ് സൂചന. രമേശ് ചെന്നിത്തലയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മലയാളിയായ വ്യവസായിയാണ്. ഇയാളുടെ ഫോൺ സംഭാഷണം അടക്കം ചെന്നിത്തല കൈമാറും. UB ഗ്രൂപ്പ് 1998 പൊതിഞ്ഞ സ്വർണം തന്നെയാണോ ബെള്ളാരിയിൽ നിന്നും കണ്ടെടുത്തത് എന്നതിന്റെയും ദ്വാരപാലക ശില്പങ്ങളിലും കട്ടളയിലും ഇപ്പോൾ പൊതിഞ്ഞിട്ടുള്ള സ്വർണം UB ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നതിന്റെയും പരിശോധന തിരുവനന്തപുരത്ത് VSAC ലാബിൽ നടക്കുകയാണ്. അടുത്തയാഴ്ച വരുന്ന ഈ പരിശോധനാ ഫലം എത്തുകയാണ്. ബെള്ളാരിയിൽ നിന്നും കണ്ടെടുത്ത സ്വർണം ശബരിമലയിലേത് അല്ലെങ്കിൽ കഥ മാറും. ചെമ്പുപാളിയിലെയും പരിശോധിക്കുന്നുണ്ട്. ചെമ്പുപാളിയുടെ കാലപ്പഴക്കം കുറവാണെങ്കിൽ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടുവെന്ന നിഗമനത്തിലെത്തും. കേസ് ആദ്യം അന്വേഷിച്ച ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സ്വർണ്ണപ്പാളികൾ മാറ്റിയെന്നും പുതിയ ചെമ്പുപാളിയിൽ സ്വർണം പൂശിയതാണെന്നുമുള്ള സംശയം ഉയർന്നിരുന്നു. യഥാർത്ഥ പാളികൾ വിദേശത്ത് വിലയേറിയ പുരാവസ്തുക്കൾ വാങ്ങുന്ന വ്യവസായിക്ക് എത്തിയെന്ന ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നുവെങ്കിലും തെളിവ് കിട്ടിയിരുന്നില്ല. എന്നാൽ പരിശോധനാ റിപ്പോർട്ട് വരുന്നതോടെ എല്ലാം വ്യക്തമാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ബെല്ലാരിയിലെ ജ്വല്ലറിയിലുള്ള ഉടമ ഗോവർദ്ധൻ അടക്കമുള്ള അവരുടെ പങ്കിനെ കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയരുന്നുണ്ട് എന്ന് ജന്മഭൂമിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോവർദ്ധൻ ഒരു സാധാരണ സ്വർണ്ണ വ്യാപാരിയല്ല. ചിക്കമംഗളൂരിലെ സ്വർണ്ണ ഖനിയുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. ഖനി ഉടമകളുമായി നേരിട്ട് വ്യാപാരം നടത്തുന്ന ആളാണ് ഇയാള്. 2020 ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും കൽപേഷ് വഴി സ്വന്തമാക്കിയ സ്വർണം ഇത്രയും നാൾ ഉരുപ്പടിയായിട്ട് മാറ്റാതെ എന്തുകൊണ്ട് ഇയാൾ സൂക്ഷിച്ചു വെച്ചു എന്നതും സംശയത്തിന് ഇട നൽകുകയാണ്. ആധ്യാത്മിക മൂല്യമാണ് കാരണമെങ്കിൽ അത് പൂജാമുറിയിൽ പവിത്രമായി സൂക്ഷിക്കേണ്ടതാണ്. ഇതൊന്നുമല്ലാതെ നേരിട്ട് ജ്വല്ലറിയിൽ നിന്നും സ്വർണം കൈമാറിയപ്പോഴേ SIT ഇയാളെ നിരീക്ഷണ വലയത്തിലാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഹൈദരാബാദ് സ്വദേശി എന്ന് കരുതുന്ന നാഗേഷിനെ SIT ഇതുവരെ ചോദ്യം ചെയ്തതായിട്ട് അറിവില്ല. ഇദ്ദേഹത്തിന് ലോഹസാധനങ്ങൾ നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പ് ഹൈദരാബാദിലുണ്ട്. ദ്വാരപാലക പാളികൾ ശബരിമലയിൽ നിന്നും ആദ്യം ബംഗളൂരിലേക്കും തുടർന്ന് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയതാണ് സൂചന. അത് കൽപേഷിന്റെ വർക്ക്ഷോപ്പിലേക്കാണെന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ഇവിടെ വെച്ച ദ്വാരപാലക ശില്പ പാളികളുടെ മോൾസ് തയ്യാറാക്കി പുതിയ പാളികൾ നിർമ്മിച്ച ശേഷം യഥാർത്ഥ പാളികൾ സ്വർണം സഹിതം കടൽ കടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഈ വെളിപ്പെടുത്തലുകളും ഏറെ നിർണായകമാണ്. ഹൈദരാബാദിൽ നിന്നും സ്വർണ്ണപ്പാളികൾ ആഴ്ചകൾക്കകം ശേഷമാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. തങ്ങളുടെ പക്കൽ ലഭിച്ച പുതിയ ചെമ്പ് പാളികൾ ആണെന്നും സ്വർണം വേർതിരിക്കുന്ന സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇല്ലെന്നുമുള്ള CEO പങ്കജ് ബഠാരിയുടെ വെളിപ്പെടുത്തൽ പിന്നീട് മാറ്റിയതും സംശയം ബലപ്പെടുത്തുകയാണ്.